അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പ്രാർത്ഥനയാണ്, ഒരു ദിക്റാണ് നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. വിത്ർ നമസ്കാര ശേഷം 3 തവണ ഇപ്രകാരം ചൊല്ലാൻ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് വിത്ർ നമസ്കാരം, തറാവി നമസ്കരിക്കൂലേ? അപ്പോൾ വിത്ർ നമസ്കാര ശേഷം, തറാവി നമസ്കാര ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മൾ ലെവലപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ഓതി തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, സുഖമാണെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഒന്ന് വരിക. എല്ലാവർക്കും സുഖമാണ്? എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതൊക്കെ പഠിച്ചോ എന്നൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ആക്റ്റീവായി വരിക. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര ആയത്തെടുത്തിട്ടുണ്ട്? 7ഉം 8ഉം. അപ്പം എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടോ? എല്ലാവരും അത് ചൊല്ലിക്കൊടുത്തോ എന്നൊക്കെ ഒന്ന് പറയാം. എല്ലാവരും പേരൊക്കെ ഫുൾ നെയിമൊക്കെ ഇട്ടിട്ടൊന്ന് പറയാം, കമൻറ്റിലേക്ക് വരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് എത്ര ആയത്ത് എടുക്കണ്ടേ? 9ഉം 10ഉം. ഇൻഷാ അല്ലാഹ് നമുക്കത് നോക്കാമല്ലേ? ഇൻഷാ അല്ലാഹ് ഞാൻ ഓതിത്തരാം, നിങ്ങൾ കേട്ട് ഇരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓതാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. قالوا بلى قد جاءنا نذير. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ഒരുമിച്ച് ഓതിയാലോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് റെഡി ആയിരിക്കുക. ഞാൻ ഓതിത്തരും, നിങ്ങളത് കേട്ട് എല്ലാവരും ഒരുമിച്ചൊന്ന് ഓതുക. ഇൻഷാ അല്ലാഹ് ഇവിടെ ഓതും, എല്ലാവരും ഒരുമിച്ച് ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. قالوا بلى قد جاءنا نذير. 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 فكذبنا وقلنا نذير فكذبنا وقلنا ما نزل الله من شيء ما نزل الله من شيء
മിൻ ഷൈഇൻ ഇൻ അൻതും من شيء إن أنتم മിൻ ഷൈഇൻ ഇൻ അൻതും من شيء إن أنتم ഇൻ അൻതും إن أنتم إلا في ضلال كبير إلا في ضلال كبير وقالوا لو كنا نسمع لو كنا نسمع وقالوا لو كنا نسمع وقالوا لو كنا نسمع أو نعقل نسمع أو نعقل نسمع أو نعقل ശ്രദ്ധിക്കണം, രണ്ട് സ്ഥലത്ത് അയിന്, രണ്ട് വാക്കുകൾ അടുപ്പിച്ചടുപ്പിച്ച് അയിന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ഓതുക. നസ്മഉ ഔ നഅഖിൽ نسمع أو نعقل ما كنا في ما كنا في أصحاب السعير ما كنا في أصحاب السعير في أصحاب السعير في أصحاب السعير അപ്പം മാഷാ അല്ലാ, അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഓതിയോ? അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഓതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്താക്കാം ഇനി എൻ്റെ അർത്ഥം നോക്കാം ഇൻഷാ അല്ലാ. أعوذ بالله من الشيطان الرجيم. قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم ما نزل الله من شيء إن أنتم. അവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും മിൻ ഷൈഇൻ ഇൻ അൻതും. മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അപ്പം അർത്ഥം നോക്കാം ഇൻഷാ അല്ലാ. അപ്പം പറയാണ്, അവർ പറയും, തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നു. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മലക്കുകൾ നരകത്തിന് ആൾക്കാർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് താക്കീത് നൽകാൻ ആൾക്കാർ വന്നിട്ടില്ല. അപ്പം അവർ ഉത്തരം പറയാണ്, ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് ആൾക്കാർ വന്നിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു, അള്ളാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ വലുതായ പിഴവിലല്ലാതെ അല്ല. അതാ അവർ താക്കീത് നൽകാൻ നബിമാരോട് പറയുന്നത്, നബി അവരെ വിശ്വസിച്ചിട്ടില്ല. അവർ പറയണം, അവർ കുറ്റം സമ്മതിക്കുകയാണ്, ഞങ്ങൾക്ക് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, നബിമാർ വന്നിട്ടുണ്ടായിരുന്നു, താക്കീത് നൽകാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, സത്യം പറഞ്ഞു തരാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താക്കിയിട്ടില്ല, നമ്മൾ അനുസരിച്ചിട്ടില്ല. നമ്മൾ അവരോട് പറയാൻ എന്ത് ചെയ്ത് നിങ്ങളാണ് വലിയ പിഴവ് ചെയ്ത ആൾക്കാർ, നിങ്ങൾക്കാണ് തെറ്റ് പറ്റുന്നത്, നമ്മൾക്കല്ല. അപ്പം അവരോട് നബിമാരോട് അങ്ങോട്ട് പറയരുത്. അപ്പം ഇവർ ഉത്തരം പറയണം ആരോട്? മലക്കളോട് ചോദിക്കുമ്പോൾ. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത് നോക്കാം. وقالوا لو كنا نسمع أو نعقل ما كنا نسمع أو نعقل ما كنا في أصحاب السعير. അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ ആൾക്കാരിൽ ആകുമായിരുന്നില്ല. അവരെന്താക്കാണ്? കുറ്റം സമ്മതിക്കുകയാണ്. ഞങ്ങൾ അവരെ കേട്ടിട്ടുണ്ടെങ്കിൽ, നബിമാരെ കേട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് താക്കീത് നൽകാൻ വന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഈ ആൾക്കാരിൽ പെടുമായിരുന്നില്ല. പക്ഷെ അവരെന്താക്കിയിട്ടില്ല,
അവരനുസരിച്ചിട്ടില്ല, അവരെ കേട്ടിട്ടില്ല. ഇപ്പോൾ അവരെന്താ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആവാൻ പാടില്ല. നമ്മളെന്താക്കണം, നമുക്ക് കിട്ടിയ പാഠം, നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്താദോ സാറോ മാഷോ ടീച്ചറോ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താക്കണം, നല്ല കാര്യമാണെങ്കിൽ നമ്മൾ പ്രാവർത്തികം, നമ്മൾ തള്ളിക്കളയാവ് കേൾക്കാതിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്താൽ നമുക്ക് എന്താ ഇതിൽ പറയുന്ന പോലെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നവരായി മാറും. അപ്പം നമ്മളങ്ങനെ ആവാൻ പാടില്ല. അപ്പം അവർ പറയുകയാണെന്ത്, ഞങ്ങളവരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞങ്ങളവരെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവില്ലായിരുന്നു, നരകത്തിൽ ഇങ്ങനെ വരുമായിരുന്നില്ലായിരുന്നു, നമ്മൾ ഇപ്പം സ്വർഗത്തിൽ പോകേണ്ട ആൾക്കാരായി മാറുമായിരുന്നു. പക്ഷെ അവരെന്താക്കിയില്ല, കേട്ടിട്ടില്ല. അപ്പം നമ്മളെന്താക്കണം, നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്യാതെ നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രദ്ധിക്കുക. മനുഷ്യരാണ്, തെറ്റ് പറ്റും. എന്നാൽ നമ്മളെന്താക്കുക, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാതെ ജീവിക്കുക. നമ്മളെന്താക്കുക, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താക്കണം, പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, മാപ്പ് തരണേ, പുറത്ത് തരണേ. അപ്പോൾ അള്ളാഹു പുറത്ത് തരും. അള്ളാഹു എന്താ പറയുക, കാരുണ്യമുള്ളവൻ. അവൻ നമ്മൾ തെറ്റുകൾ, ആകാശമുട്ട തെറ്റുകളുണ്ടെങ്കിൽ എന്താക്കും, അള്ളാഹു പുറത്ത് തരും, ശിർക്കല്ലാത്ത തെറ്റുകൾ. അപ്പം നമ്മളെന്താക്കുക, പ്രാർത്ഥിക്കുക തെറ്റുകൾ പുറത്ത് തരാൻ വേണ്ടിയിട്ട്, നരകത്തിലുള്ള ആൾക്കാരെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ ഉൾപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെന്താക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും ഇത് പഠിച്ച് വരിക. പഠിച്ച് വന്ന് എല്ലാവരും മാർക്ക് ചെയ്യുക. എല്ലാവരും ഇത് പഠിച്ച് ഉപ്പാക്കോ ഉമ്മാക്കോ ആർക്കാന്ന് വെച്ചാൽ ചൊല്ലിക്കൊടുക്കുക. ഇത് മാർക്ക് ചെയ്യുക, നിങ്ങളുടെ കാർഡിൽ മാർക്ക് ചെയ്യുക, നിങ്ങൾക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, മനോഹരമായി നമുക്ക് ഓതി തന്നു അല്ലേ. എല്ലാവരും ഇപ്പം തന്നെ ഹിഫ്ളാക്കിയോ? ഹിഫ്ളാക്കിയൊരു പെട്ടെന്ന് തന്നെ കളർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ലെവലപ്പ് ഹിഫ്ളാക്കിയവർ കളർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഏതൊക്കെ കളറാണ് നിങ്ങൾ ചെയ്തത്? ഏത് കളറാണ് ആ സ്റ്റാറിന് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ആരൊക്കെയാണ് ഒരേ രീതിയിൽ കളർ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും അല്ലാഹു ഖൈറാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ഡെയിലി സ്ട്രീക്കിൽ നമുക്കുള്ളത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തീബ് സുന്നത്ത് നമസ്കരിക്കുക. ഓക്കെ, അങ്ങനെ നമസ്കരിച്ചാൽ എക്സ്പീഡ് ഇൻഷാ അല്ലാഹ്. എത്രയാണ് മഗ്രിബിന് ശേഷം? 25 5 4 അല്ല, എത്രയാണ്? 2 റക്അത്താണ് അല്ലേ? ഓക്കെ, ഒരുപാട് കുട്ടികൾക്കും അറിയും. മാഷാ അല്ലാഹ്, നല്ല കുട്ടികളാണ്. അല്ലാഹു ഖൈറാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.